Dear students, welcome to Tech Talks. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫങ്ഷൻസ് എന്നുള്ള കാര്യം പറഞ്ഞു, ഫങ്ഷൻസിൻ്റെ യൂസേജ് പറഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്. വാട്ട് ഈസ് എ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്? നോക്കാം. എ ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് in C is a declaration of a function before its actual definition. ഫങ്ഷൻ ഡെഫിനിഷന് മുമ്പായിട്ട് ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യണം. ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ഫങ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുക. ഇറ്റ് ടെൽസ് ദ കമ്പൈലർ ദ ഫങ്ഷൻ നെയിം, ദ റിട്ടേൺ ടൈപ്പ്, ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്, ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ കമ്പൈലർ ചെക്ക് ഫോർ കറക്റ്റ് ഫങ്ഷൻ കോൾസ് ഇൻ ദ പ്രോഗ്രാം. ഇതെന്താ കാര്യം എന്നുള്ള കറക്റ്റായിട്ട് മനസ്സിലായി കാണത്തില്ല. ഒരു പ്രോഗ്രാമിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. കോഡ് ബ്ലോക്സ് എടുക്കുക. ഞാനൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. എൻ്റെ എയിം ഇതാണ്: ഒരു സർക്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഫംഗ്ഷനകത്താണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഏരിയ ഇങ്ങനെ കൊടുക്കാം, ഏരിയ വിത്തിൻ ബ്രാക്കറ്റ്സ്, റേഡിയസ് അക്സെപ്റ്റ് ചെയ്യാം. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് റേഡിയസ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ്, അതായത് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ റേഡിയസ് എന്ന് പറയുന്ന ഫ്ലോട്ട് ടൈപ്പ് ആണ്. എങ്ങനെ കൊടുക്കാം? ഫ്ലോട്ട്, ആർഗ്യുമെൻ്റ് നെയിം, വേരിയബിൾ നെയിം എ. then അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ കൊടുക്കാം. റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, ഫ്ലോട്ട് റിസൾട്ട് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? πr². 3.14 കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് പൈയുടെ വാല്യൂ ആക്സസ് ചെയ്യാം. ഇപ്പോൾ പൈയുടെ വാല്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഹെഡർ ഫയൽ, മാത്ത് ഹെഡർ ഫയലിലാണ്. അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാം. #include math.h. Now you can use the value of pi. ഇവിടെ ഇങ്ങനെ കൊടുക്കാം. പൈയുടെ കോൺസ്റ്റന്റ് നെയിം ഇതാണ്, M _ pi. അതിൻ്റെ വാല്യൂ ഓൾറെഡി ഡിഫൈൻഡ് ആണ് ഇൻ ദിസ് മാത്ത് ഹെഡർ ഫയൽ. ഇൻറ്റു r², റേഡിയസ് ഇൻറ്റു റേഡിയസ്. ഇപ്പോൾ റേഡിയസ് എന്ന് പറയുന്ന വേരിയബിൾ എയിലാണ്. ഇപ്പം ഇങ്ങനെ കൊടുക്കാം, a ഇൻറ്റു a. ഓക്കെ, ഇപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. അത് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. അതിന് പകരം ഞാൻ ഈ റിസൾട്ട് റിട്ടേൺ ചെയ്യുകയാണ്. എവിടെ നിന്നാണോ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് അങ്ങോട്ട് റിട്ടേൺ ചെയ്യാം. ഇത് ഓപ്ഷനിലാണ്. ഇപ്പോൾ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ കീവേഡ് യൂസ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ കൊടുത്തു, റിട്ടേൺ റിസൾട്ട്. റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് എന്ത് ടൈപ്പാണ്? ഫ്ലോട്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫംഗ്ഷൻ ഏരിയ, അതിന് മുമ്പായിട്ട് റിട്ടേൺ ടൈപ്പ് കൂടി പറയുക, ഫ്ലോട്ട്. ഓക്കെ, ഒരു ബ്ലോക്ക് ഓഫ് കോഡ്സ് ക്രിയേറ്റ് ചെയ്തു. ദർ ഇസ് എ ഫംഗ്ഷൻ. ഫംഗ്ഷൻ നെയിം ഈസ് ഏരിയ, റിട്ടേൺ ടൈപ്പ് ഈസ് ഫ്ലോട്ട്. ഇൻപുട്ട് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. അത് ടൈപ്പ് എന്താണ്? ഫ്ലോട്ട്. ഇനി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷന് കോൾ ചെയ്യാം. എവിടെ നിന്നാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുക? നമുക്ക് മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് കോൾ ചെയ്യാം. ഇപ്പോൾ മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇൻറ്റ് മെയിനകത്ത് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, ഫ്ലോട്ട് a ഈക്വൽ ടു, ദെൻ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഫംഗ്ഷൻ നെയിം എന്താണ്? ഏരിയ. ആർഗ്യുമെൻ്റ് ആയിട്ട് റേഡിയസ് കൊടുക്കാം. ഒരു വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്, 10.5. ഓക്കെ, ഇപ്പോൾ എന്താ നടക്കുക? ദ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വിൽ ബി കോൾഡ്. ഏരിയ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യും. കോൾ ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷനിൽ ഇൻപുട്ടായിട്ട് പറഞ്ഞിരിക്കുന്ന വേരിയബിൾ എ എന്തായിട്ട് മാറും?
10.5. then ഏരിയ കാൽക്കുലേറ്റ് ചെയ്യും, ഏരിയ റിട്ടേൺ ചെയ്യും. ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് ഇവിടെ വരും, ആ ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരും. റിട്ടേൺ വാല്യൂ അത് എങ്ങോട്ട് അസൈൻ ചെയ്യുന്നത്? ടു ദ വേരിയബിൾ എ. ഇപ്പോൾ ഫംഗ്ഷൻ കോളിന് ശേഷം റിട്ടേൺ ചെയ്യുന്ന റിസൾട്ട് ഏത് വേരിയബിളിലോട്ട് കോപ്പി ചെയ്തു? എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് കോപ്പി ചെയ്തു. ഇനി അത് പ്രിന്റ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കാം, പ്രിന്റ് എഫ് ഫോർമാറ്റ് സ്പെസിഫയർ %f ഫ്ലോട്ട് ടൈപ്പ് അല്ലേ, അതുകൊണ്ട് തന്നെ ഫോർമാറ്റ് സ്പെസിഫയർ %f കോമ ഡിസ്പ്ലേ ചെയ്യാനുള്ള വേരിയബിൾ എ. ഡയറക്റ്റായിട്ട് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, റിസൾട്ട് ഈക്വൽ ടു ആ ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാം. ഞാൻ അങ്ങനെ കൂടി കൊടുക്കുകയാണ്, റിസൾട്ട് ഈക്വൽ ടു ഫോർമാറ്റ് സ്പെസിഫയർ. കുറച്ച് മീനിങ് ഫുൾ ആയിട്ട് കൊടുത്തു. ദെൻ എൻഡ് ചെയ്യാം, റിട്ടേൺ 0. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഇതുവരെയും വന്നിട്ടില്ല, അതിന് മുമ്പായിട്ട് നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. റിസൾട്ട് അവിടെ വന്നിട്ടുണ്ട്, റിസൾട്ട് ഈക്വൽ ടു 346.360596. കോയിന് ശേഷം 2 ഡെസിമൽ പ്ലേസസ് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, മോഡിഫൈ ആണ് %.2f. ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, കോയിന് ശേഷം 2 പ്ലേസസ് മാത്രം വന്നു. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനേഷൻ ഞാനൊന്ന് കട്ട് ചെയ്ത് മെയിൻ ഫംഗ്ഷന് ശേഷം കൊടുക്കുക. ഓക്കെ, നേരത്തെ ഫംഗ്ഷൻ ഡെഫിനേഷൻ മെയിൻ ഫംഗ്ഷന് മുമ്പായിട്ടായിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി മെയിൻ ഫംഗ്ഷന് ശേഷം കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. There is an error. മെയിൻ ഫംഗ്ഷന് ശേഷമാണ് നിങ്ങളുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, അതായത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷന് ശേഷം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ സം ഓഫ് ദ കമ്പൈലേഴ്സ് ഇറ്റ് വിൽ ഷോ ആൻ എറർ. കമ്പൈലറിൽ നിന്ന് കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഫംഗ്ഷൻ ഈസ് അൺനോൺ ടു ദ കമ്പൈലർ. സോ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ബൈ ഡിഫോൾട്ട് ഇൻറ്റീജർ ആയിട്ട് അത് അസ്യൂം ചെയ്യും. കാര്യം ഈ ഒരു ഫംഗ്ഷൻ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ഇറ്റ് ഈസ് അൺനോൺ. നേരത്തെ നമ്മൾ കൊടുത്തപ്പോൾ മെയിൻ ഫംഗ്ഷന് മുമ്പായിട്ടാണ് കറസ്പോണ്ടിങ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. സോ കമ്പൈലറിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മെയിൻ ഫംഗ്ഷന് ശേഷമാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കത്തില്ല. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ അതിൻ്റെ ടൈപ്പ് ആദ്യമേ ഡിക്ലെയർ ചെയ്യണം, അതിൻ്റെ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യണം. നിങ്ങളൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് എന്ത് ടൈപ്പാണെന്നുള്ളത് ഡിക്ലെയർ ചെയ്യില്ലേ? ഡിക്ലെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എറർ വരും. അതുപോലെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണം. അതിൻ്റെ സ്ട്രക്ചർ ഓർ ദ പ്രോട്ടോടൈപ്പ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. മെയിൻ ഫംഗ്ഷന് മുമ്പായിട്ട് അത് കൊടുക്കാം. അപ്പം ഇങ്ങനെ കൊടുക്കാം, മെയിൻ ഫംഗ്ഷന് മുമ്പായിട്ട് നിങ്ങളുടെ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ അതിൻ്റെ റിട്ടേൺ ടൈപ്പ് നോക്കുക. എന്താണത്? ഫ്ലോട്ട്. അപ്പം ഇങ്ങനെ കൊടുക്കാം, ഫ്ലോട്ട്. ദെൻ ഫംഗ്ഷൻ നെയിം ഏരിയ, ദെൻ വിത്തിൻ ബ്രാക്കറ്റ്സ് പാരാമീറ്റർ ടൈപ്പ് നോക്കുക. അവിടെ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്? ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ. അതെന്ത് ടൈപ്പാണ്? ഫ്ലോട്ട്. അപ്പം ഇങ്ങനെ കൊടുക്കാം, ഫ്ലോട്ട്. പിന്നെ പാരാമീറ്റർ നെയിം കൊടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ടൈപ്പ് മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഇൻ കേസ് അവിടെ 2 പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. അത് കോമയത്ത് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം ഡേറ്റ ടൈപ്പ് കൊടുക്കണം. ഇവിടുത്തെ കേസിൽ ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ടൈപ്പ് മാത്രം മെൻഷൻ ചെയ്യുക. ഫൈനലി പുട്ട് ദ സെമിക്കോൺ. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സെമിക്കോൺ ഇടാനായിട്ട് മറക്കരുത്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ ടൈപ്പ് മെൻഷൻ ചെയ്യുക,
ഫംഗ്ഷൻ ആകുമ്പോൾ അതിൻ്റെ പാരാമീറ്റർ കൂടിയുണ്ട്, അതിന് ടൈപ്പ് കൂടി മെൻഷൻ ചെയ്യണം. എത്ര ടൈപ്സ് ഉണ്ടോ അതെല്ലാം തന്നെ മെൻഷൻ ചെയ്യണം. ഫൈനലി പുറത്ത് സെമിറ്റോണ. ഇനി ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. മെയിൻ ഫംഗ്ഷന് ശേഷമാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ you need to declare the type. Our function declaration is called function prototype. Okay. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ആ ഒരു പ്രോഗ്രാം നോക്കിയേ. ഒരു മെയിൻ ഫംഗ്ഷൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റീജർ ടൈപ്പ് നം, എൻ്റെ വാല്യൂ കൊടുത്തു 10. മറ്റൊരു വേരിയബിൾ ഫ്ലോട്ട് ടൈപ്പ്, വേരിയബിൾ നെയിം ഈസ് ഡെസിമൽ, വാല്യൂ 5.5. Then another variable, character type, variable name, letter. അതിൽ പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ ഉണ്ടോ? ഒരു ലെറ്റർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ എ. 3 വേരിയബിൾസ് വന്നിട്ടുണ്ട്. അത് മൂന്ന് ടൈപ്സ് ആണ്. ദെൻ ഇതിൻ്റെ എല്ലാം വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ് ഡിസ്പ്ലേ. ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് വേരിയബിൾസ് കൊടുത്തു നം, ഡെസിമൽ, ലെറ്റർ. സോ ഡിസ്പ്ലേ ഫംഗ്ഷൻ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? ആർഗ്യുമെൻറ്റ്സ് കളക്ട് ചെയ്യും, അത് എക്സ്, വൈ ആൻഡ് ഇസഡ് വേരിയബിളിലോട്ട് മാപ്പ് ചെയ്യും. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? നിങ്ങൾ പാസ് ചെയ്യുന്ന ഇൻറ്റീജർ നമ്മിൻ്റെ വാല്യൂ ആയിരിക്കും എക്സിലോട്ട് വരിക. ഡെസിമലിൻ്റെ വാല്യൂ ആയിരിക്കും വൈയിലോട്ട് പാസ് ചെയ്യുക. ലെറ്റർ ഇറ്റ് ഈസ് കോപ്പി ടു ദ വേരിയബിൾ ഇസഡ്. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അത് പ്രിൻ്റ് ചെയ്യുകയാണ്. ആ ഒരു ഫംഗ്ഷനകത്ത് ഈ 3 ഡേറ്റയും പ്രിൻ്റ് ചെയ്യുകയാണ്. ഇൻറ്റീജർ പ്രിൻ്റ് ചെയ്തു, ഫ്ലോട്ട് പ്രിൻ്റ് ചെയ്തു, ക്യാരക്ടർ പ്രിൻ്റ് ചെയ്തു. ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനിന് ശേഷമല്ലേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അത് ഡിക്ലെയർ ചെയ്യണം, അതായത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഈ ഫംഗ്ഷന് റിട്ടേൺ ടൈപ്പ് ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ റിട്ടേൺ ടൈപ്പ് void എന്ന് കൊടുത്തിരിക്കുന്നത്. void മീൻസ് നത്തിങ്, നൾ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ അവിടെ ഇങ്ങനെ കൊടുക്കാം, റിട്ടേൺ ടൈപ്പ് ഈസ് void. ദെൻ ഫംഗ്ഷൻ നെയിം ഇറ്റ്സ് ഡിസ്പ്ലേ. അവിടെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്? 3 പാരാമീറ്റേഴ്സ്. അതിൻ്റെ ടൈപ്പ് പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റ് പാസ് ചെയ്യുന്ന നമ്പറാണ്, അത് ഇൻറ്റീജർ ആണ്, ഇൻറ്റ് കോമ. നെക്സ്റ്റ് ആയി ഫ്ലോട്ട് കോമ, ആൻഡ് നെക്സ്റ്റ് ആയി ക്യാരക്ടർ then put the semicolon. This is the function prototype. ആ ഒരു ഫംഗ്ഷനിൽ റിട്ടേൺ ടൈപ്പ് ഇല്ല, അതുകൊണ്ടാണ് void കൊടുത്തത്. void then parameters, 3 parameters ഉണ്ട്, അതിൻ്റെ ടൈപ്പ് കൂടി പ്രൊവൈഡ് ചെയ്തു. This is a proper function prototype or function declaration. So function declaration പഠിച്ചു, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് പഠിച്ചു. ഇനി ഇതേപോലുള്ള പ്രോഗ്രാംസ് നമുക്ക് ചെയ്ത് നോക്കണം. നോട്ട്സിലോട്ട് വരിക. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അതിൻ്റെ സിൻടാക്സ് നോക്കുക. അതോ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ദെൻ പ്രൊവൈഡ് ദ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്. എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് ടൈപ്പ് പ്രൊവൈഡ് ചെയ്യുക. ഡേറ്റ ടൈപ്പ് എൻ്റെ എക്സാമിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.